സോണൽ ആ മേഖലയിൽ നടക്കുന്ന സേവന പ്രവർത്തനങ്ങൾ, സന്നദ്ധ സേവകരുടേതടക്കമുള്ള പ്രവർത്തനങ്ങൾ, സേവാഭാരതിയുടേത് അടക്കമുള്ള വിവിധ സംഘടനകൾ അവിടെ സേവനം നൽകുന്നു. SYS പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനവും നമ്മൾ ഇന്നലെ നൽകിയതാണ്. അപ്പോൾ ഈ മേഖലയിൽ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനം ഏത് നിലയിൽ പുരോഗമിക്കുന്നു? കൂടുതൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ജീവനുകളോ ഒക്കെ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണല്ലോ. 4 ജീവനുകളെ തിരികെ ലഭിച്ചു എന്നുള്ളത് വലിയ ആശ്വാസ വാർത്ത തന്നെയാണല്ലോ സോണൽ. പ്രധാനമായും ഈ 4 ജീവനുകൾ തിരികെ ലഭിച്ചു എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയുടെ വാക്യം തന്നെയായി നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം ഇന്നൊരു പ്രതീക്ഷയുടെ ദിനമാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ട അവസരം തന്നെയാണ്. കാരണം രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുന്ന സാഹചര്യമുണ്ട്. അവർക്കൊപ്പം സൈന്യത്തിനൊപ്പം സേവാഭാരതിയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകരുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോഴുള്ളത് സേവാഭാരതിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ ഒരു കേന്ദ്രത്തിലാണ്. എങ്ങനെയാണ് ഇവിടെ മറ്റ് കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? ഇവിടെ ഈ സംഭവം നടന്ന അന്ന് തുടങ്ങി തന്നെ നമ്മളെ പ്രവർത്തകർ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം വരെ 41 മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം പ്രവർത്തകർ അതിനുവേണ്ടി സന്നദ്ധ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിനിഞ്ഞാന്ന് രാത്രി 3 മണി സമയം വരെ നമ്മളെ പ്രവർത്തകർ ഇവിടെ നിന്ന് ബോഡികൾ ഇവിടെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ അത്രയും ബുദ്ധിമുട്ടി എല്ലാവരും ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ധാരാളം പ്രവർത്തകർ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ ഇതിനകം 41 ബോഡികൾ സംസ്കരിച്ച് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഏതാനും ബോഡികൾ വരും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അവിടെ ബോഡികൾ തിരിച്ചറിയാതെ കുറേ അധികം ഉണ്ട്. അപ്പോൾ അതെല്ലാം തിരിച്ചറിയുന്നതനുസരിച്ച് ഇവിടെ വരുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. കാരണം ഒരേ സമയത്ത് തന്നെ 11 ബോഡികൾ വന്നു കഴിഞ്ഞാൽ അത് ഒരുമിച്ച് സംസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിനും തയ്യാറായിട്ട് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായിട്ടുള്ള നമ്മളെ പ്രവർത്തകർ സന്നദ്ധരായിട്ട് നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ്. കാരണം ദുരന്തമുഖത്ത് ഏത് സന്ദർഭം ഉണ്ടായാലും അതിനെയൊക്കെ നേരിടാൻ വേണ്ടി തയ്യാറായിട്ടുള്ള സംഘടനാ പ്രവർത്തകർ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇപ്പോൾ രാമമന്ത്രത്തോടു കൂടി തന്നെയാണ് ഇവിടെ അമ്മമാരുൾപ്പെടെ എത്തിയിട്ടുള്ളത്. കാരണം സേവാഭാരതിയുടെ വനിതാ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തീർച്ചയായും അവരുടെ ഒരു പങ്ക് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം തങ്ങളുടെ ഉറ്റവരെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരൊക്കെ ഇവിടെ എത്തുന്ന സമയത്ത് അവർക്കെപ്പോഴും താങ്ങായും തണലായും നിൽക്കുന്നത് ഈ അമ്മമാരും ഈ പ്രവർത്തകരുമാണെന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അവരുടെ കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം പൊട്ടിക്കരഞ്ഞു വരുന്ന ഓരോ അമ്മമാർക്കും താങ്ങായി തണലായി നിൽക്കുന്നത് ഈ സേവാഭാരതിയുടെ വനിതാ പ്രവർത്തകർ തന്നെയാണ്. അവരുടെ കൂടെ നിന്ന് ആശ്വാസ വാക്കുകൾ പറഞ്ഞവരെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സാന്ത്വനമേകാൻ ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു യഥാർത്ഥ കാര്യം. കാരണം മറ്റുള്ളവൻ്റെ സങ്കടം നമ്മുടെ സങ്കടമായി കണ്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് വയനാട് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കാരണം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് എന്തെന്നറിയാതെ എത്തുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അത്തരം പേർക്ക്, അത്തരം ആളുകൾക്ക് ഇവിടെ എത്തുമ്പോൾ തീർച്ചയായും ഒരു തുണയുണ്ട് എന്ന് തോന്നിക്കുന്ന, അല്ലെങ്കിൽ ഒപ്പം ആളുകൾ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ സേവാഭാരതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഏകദേശം 44ഓളം മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇനിയും ആ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുണ്ട് എന്നുള്ളതാണ് അധികൃതർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ആചാര അനുഷ്ഠാനങ്ങൾ പ്രകാരമാണ് നടത്തുന്നത്. അതിനുശേഷം ചിതാഭസ്മം ഉൾപ്പെടെ ബന്ധുക്കൾക്ക് കൈമാറുന്ന കൃത്യമായ ഒരു രീതി സേവാഭാരതി പിന്തുടർന്ന് പോരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുമ്പോൾ ഒരു പ്രതീക്ഷ അസ്തമിക്കാത്ത ദിനമായി നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ നോക്കി കാണേണ്ടി വരും. കാരണം 4 ജീവനുകളാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും സൈന്യം ഈ വനത്തിനുള്ളിലേക്കും മറ്റ് ആ തോട്ടത്തിനപ്പുറത്തേക്കും ഒക്കെ പോകുമ്പോൾ പല ഘട്ടങ്ങളിലായി ഓരോരുത്തരെ കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എപ്പോഴും ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഏകദേശം ഒരു 3 മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സേവാഭാരതി അധികൃതർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഏത് തലത്തിലും ഏത് സന്ദർഭങ്ങളും നേരിടാൻ വേണ്ടി തങ്ങളുടെ പ്രവർത്തകർ തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സ്ഥിതി സേവാഭാരതിയുടെ ചുമതലപ്പെട്ട വ്യക്തികൾ പറയുന്ന ഒരു ഘട്ടമുണ്ട്. അത് അവരുടെ ആത്മവിശ്വാസം തന്നെയാണ്. കേരളത്തിൽ മുമ്പ് ഇതിൽ കവളപ്പാറയാകട്ടെ പുത്തുമലയാകട്ടെ എല്ലായിടത്തും കൃത്യമായ സംവിധാനങ്ങളോടുകൂടി എത്തിയിട്ടുള്ള ഒരേ ഒരു സംഘടന അത് സേവാഭാരതിയാണ് എന്ന് നമുക്ക് തർക്കമില്ലാതെ പറയേണ്ടി വരും. മറ്റ് സംഘടനകളുണ്ടെങ്കിലും ഒരു പടി മുന്നിൽ എപ്പോഴും നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി സേവാഭാരതി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയുന്ന
കാര്യം തന്നെയാണ്. കാരണം വയനാടും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് വിനോദ.